അപ്പോൾ കാസ്റ്റിംഗ് എന്താണ്, അതേപോലെ കാസ്റ്റിംഗ് പ്രോസസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുക, അപ്പോൾ അതേപോലെ എന്താണ് മോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അച്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഏത് ഷേപ്പാണോ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു അച്ച് വേണം, അല്ലെങ്കിൽ ഒരു ഷേപ്പ്, ഒരു മെറ്റൽ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഒബ്ജക്റ്റ് വേണം. അതിനെയാണ് എന്ത് പറയുക, മോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അച്ച് എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ എന്താണ് കാസ്റ്റ് അയൺ, അതായത് മെയിനായിട്ടുള്ള കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ കാസ്റ്റ് അയൺ എന്താണ്, അതേപോലെ ഏതൊക്കെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ഒരു ചെറിയ ബ്രീഫ് ഇൻട്രോഡക്ഷൻ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂളിലൊക്കെ എന്താണ് ഓരോ മെറ്റീരിയലിനെ പറ്റി എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിപ്പം എന്തെങ്കിലും പുതിയ വേർഡ്സ് ഞാൻ ഇങ്ങനെ പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് ചാറ്റ് ബോക്സ് ഇല്ലേ, ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സാധനങ്ങളെ ജസ്റ്റ് കമൻറ്റ് ചെയ്തിടാം. ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടായി എന്താ സാധനം എന്നുള്ള എന്ത് ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ വരുന്ന ഓരോ പുതിയ വാക്കും സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ആ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യില്ല, അങ്ങനെ മറക്കൂല പിന്നെ ആ സാധനം. ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, അറിയാത്ത വേർഡ്സ് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ചാറ്റ് ബോക്സിലൊന്ന് എന്ത് ചെയ്യുക, വെറുതെ ചാറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ വെറുതെ ബോറടിച്ച് കുത്തിരിക്കുന്ന പോലെ ഇരുന്നുറങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ സാധനങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അതേപോലെ അറിയാത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളൊന്ന് ഇൻട്രാക്റ്റീവായിട്ട് ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് എന്തെല്ലാം വെച്ചാൽ, ഒന്ന് കാസ്റ്റ് ചെയ്യണം എന്താണെന്ന്, കുറച്ച് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ള പറയുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ അഡ്വാൻസ്ഡ് കാസ്റ്റിംഗ് പ്രോസസ് ഏതൊക്കെയാണെന്നുള്ളൂ. അതേപോലെ അടുത്തെന്താ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഡൈ കാസ്റ്റിങ്ങിന് തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്, ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിങ്ങും കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിങ്ങും. അപ്പോൾ ആ 2 ഡൈ കാസ്റ്റിങ്ങിൻ്റെ മെഷീൻസിനെ പറ്റി അതിൻ്റെ ഡിസ്ക്രിപ്ഷനും. പിന്നെ അതേപോലെ തന്നെ അത് കൂടാണ്ട് എന്താ ഒരു സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്താണെന്നും അതിൻ്റെ മെറ്റീരിയലും അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ് എങ്ങനെയാണെന്നുള്ളതും ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ എന്താണ് ഒരു കാസ്റ്റ് അയണെന്നും അതേപോലെ തന്നെ കാസ്റ്റ് അയണിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും ജസ്റ്റ് നോക്കാം. അപ്പം സാധാരണ അതിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന് 4 ക്ലാസ്സിഫൈ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ മെറ്റൽസ്, സാധാരണ അതിൽ നമുക്കെല്ലാം അറിയാം മെറ്റൽസ്, അതേപോലെ പ്ലാസ്റ്റിക്, സെറാമിക്സ്, കോമ്പോസിറ്റ്സ്. അതിൽ സെറാമിക്സും കോമ്പോസിറ്റും എന്താണെന്ന് മാത്രമേ എനിക്ക് അറിയാത്തുണ്ടാവും. സെറാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാത്റൂമിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഇല്ലേ, വാഷ് ബേസിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഇല്ലേ, അതിനെ എന്താ പറയുക, സെറാമിക്സ് എന്ന് പറയാം. സെറാമിക് കോമ്പൗണ്ട് ആണ് എന്ത് ബാത്റൂമിൻ്റെ ഒക്കെ മെറ്റീരിയൽ എന്ത്, അല്ലെങ്കിൽ ടൈലില്ലേ, അതൊക്കെ എന്താ സെറാമിക്സ് ആണ്. അതേപോലെ തന്നെ 2-3 മെറ്റീരിയൽസിൻ്റെ ഒക്കെ കോമ്പോസിറ്റ്, സിലിക്ക പോലത്തെ സാധനത്തിനൊക്കെ എന്താ പറയുക, കോമ്പോസിറ്റ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ മെറ്റലിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം മെറ്റൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് മെറ്റൽസ് ഉണ്ട്. ഒന്ന് ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും. അതിൽ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അയേണിൻ്റെ കണ്ടന്റ്, അയേൺ അടങ്ങിയിരിക്കുന്ന മെറ്റൽസിനെ പറയുന്ന പേരാണെന്ത്, ഫെറസ് മെറ്റൽസ്. ഇനി അയേൺ ഇല്ലാത്ത മെറ്റൽസിനെ പറയുന്ന പേരാണെന്ത്, നോൺ ഫെറസ് മെറ്റൽസ്. അയൺ ഇല്ലാത്ത മെറ്റൽസിനെ പറയുന്ന പേരാണ് നോൺ ഫെറസ് എന്ന്. അയൺ ഉള്ളതിന് എന്ത് പറയും, ഫെറസ് മെറ്റൽസ്. അപ്പോൾ മെറ്റൽസിനെ 2 മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഫെറസ്, നോൺ ഫെറസ്. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും. അതിൽ നമ്മുടെ മെയിനായിട്ടുള്ള കോൺസെൻട്രേഷൻ നമ്മുടെ സബ്ജക്റ്റിലൊക്കെ വരുന്നത് എന്താണ്, ഫെറസ് മെറ്റൽസിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഫെറസ് നോൺ ഫെറസിൽ വരുന്നതാണ് എന്ത്, അലൂമിനിയം അല്ലെങ്കിൽ സിങ്ക്, ഇതൊക്കെ എന്തിൽ വരുന്ന, നോൺ ഫെറസിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നോൺ ഫെറസ്. അതിലെന്തില്ല, അയേണിൻ്റെ കണ്ടന്റ് ഇല്ല. അതിനാണ് എന്ത് പറയാം, നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയാം. 14 ആളുകളുടെ ആകെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഫെറസും നോൺ ഫെറസും. അപ്പോൾ അതിൽ എന്താ ഫെറസിനെ തന്നെ എന്ത് ചെയ്യുന്നത്, 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ഉണ്ട്. ഫെറസ് മെറ്റീരിയൽസിനെ 2 ക്ലാസിഫൈ ഉണ്ട്. എന്തൊക്കെയാ, ഫെറസ് മെറ്റീരിയൽസിന് 2 ക്ലാസിഫൈ ഉണ്ട്. ഒന്ന് സ്റ്റീലും കാസ്റ്റ് അയണും. ഈ സ്റ്റീലും കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ, അല്ല സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും എന്താണ്, അയണിൻ്റെയും കാർബണിൻ്റെയും കോമ്പോസിഷനാണ് എന്ത് പറയാം,
ഈ ഫെറസ് മെറ്റൽസ് എന്ന് പറയാം. ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അയണിൻ്റെയും കാർബണിൻ്റെയും എന്താണ് കോമ്പോസിഷൻ ആണ് എന്ത് പറയാം, ഫെറസ് മെറ്റൽസ് എന്ന് പറയാം. അതിൽ തന്നെ എന്താ പിന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റീലിൻ്റെ അകത്ത് എന്തുണ്ടാവും, അയണും കാർബണാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ അകത്തുണ്ടാകുക. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ, അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഒരു മിക്സ്ചറിനാണ് എന്ത് പറയുക നമ്മൾ സ്റ്റീൽ എന്ന് പറയും. അല്ലെ ആകെയുള്ള വ്യത്യാസം. അതേപോലെ തന്നെ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു മിക്സ്ചർ തന്നെയാണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെ സ്റ്റീലും കാസ്റ്റ് അയണും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റീലിൽ എന്താണ് ഒരു 2% മാത്രമേ എന്തുണ്ടാവും, കാർബൺ ഉണ്ടാവും. അതേസമയം കാസ്റ്റ് അയണിൻ്റെ കേസിൽ ഒരു 2 to 4% വരെ എന്തുണ്ടാവും, കാർബണിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് എന്ത് ചെയ്തത് സ്റ്റീലും കാസ്റ്റ് അയണും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ കാസ്റ്റ് അയൺ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എവിടെയാണ് ഉപയോഗിച്ചിട്ടുണ്ടോ അറിയാമോ? എഞ്ചിൻ്റെ ബ്ലോക്ക് അല്ല പിസ്റ്റണ് അതേപോലെ സാധനങ്ങളൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്, കാസ്റ്റ് അയൺ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, കാസ്റ്റ് അയൺ ആണ്. ഏറ്റവും കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാസ്റ്റ് അയൺ ആണ്. അതേപോലെ സ്റ്റീൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയാണ് എന്ത്, സ്റ്റീലിന് സാധാരണ കാസ്റ്റ് അയണിനെക്കാട്ടി അതേപോലെ തന്നെ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയൊരു മെറ്റീരിയലാണ് എന്ത്, അയണിനെക്കാട്ടി കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ് എന്ത്, സ്റ്റീൽ. ഇപ്പോൾ സ്റ്റീലിന് അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. അപ്പോൾ ഇപ്പം എന്താ നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാസ്റ്റ് അയൺ. അപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. ഇറ്റ് കണ്ടെയ്ൻസ് 2 to 4% ഓഫ് കാർബൺ. കാസ്റ്റ് അയൺസ് ആർ ബ്രിട്ടിൽ ഇൻ നേച്ചർ ആൻഡ് ഹാവ് ഹൈ സ്ട്രെങ്ത്. അതായത് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 2 to 4% കാർബണും ബാക്കിയുള്ള പോർഷൻ എന്തായിരിക്കും, അയണും അടങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ എന്ത് പറയുക, കാസ്റ്റ് അയൺ എന്ന് പറയാം. അപ്പം കാസ്റ്റ് അയൺസ് എന്താണ്, സാധാരണ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നേച്ചർ ആയിരിക്കും. അതേപോലെ തന്നെ എന്താ, ഹൈ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും, ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. അതേപോലെ തന്നെ എന്താ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള, അതായത് സാധാരണ ഇതിൽ എന്താ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി എന്താ, ബ്രിട്ടിൽനെസ് കൂടുതലായിരിക്കും എന്തിന്, കാസ്റ്റ് അയൺസിന്. അപ്പം കാസ്റ്റ് അയണിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് ഹൈ സ്ട്രെങ്ത് ആണ്, അതേപോലെ തന്നെ എന്താ ബ്രിട്ടിൽ ഇൻ നേച്ചറാണ്. ഇപ്പോൾ 2 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ട് കാസ്റ്റ് അയൺസിലുള്ള. എന്തൊക്കെയാ, ഒന്ന് ബ്രിട്ടിൽ ഇൻ നേച്ചറാണ്, അതേപോലെ തന്നെ എന്താ ഹൈ സ്ട്രെങ്ത് ആണ്. ഇങ്ങനെ 2 പ്രോപ്പർട്ടീസാണ് എന്തിനുള്ള കാസ്റ്റ് അയൺസ് ഉണ്ട്. 4 പേര്. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ. അപ്പോൾ എത്ര ഉണ്ട്, 4 ടൈപ്പ് കാസ്റ്റ് അയൺസ് ഉണ്ട്. അപ്പോൾ 4 ടൈപ്പ് കാസ്റ്റ് അയൺസ് പറഞ്ഞാൽ ഒന്നതൊക്കെയാണ്, വൈറ്റ് കാസ്റ്റ് അയൺ, ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ എന്ത് ഏതൊക്കെ കാസ്റ്റ് അയൺസ് ആണുള്ളത് അതിൻ്റെ എന്ത് ചെയ്യുക പേരൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ. അപ്പോൾ ഫസ്റ്റിൽ എന്താ, ഒന്ന് വൈറ്റ് കാസ്റ്റ് അയൺ, സെക്കൻഡ് എന്താ ഗ്രേ കാസ്റ്റ് അയൺ, തേർഡ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, ഫോർത്ത് മാലിയബിൾ കാസ്റ്റ് അയൺ. അങ്ങനെ 4 കാസ്റ്റ് അയണിൻ്റെ എന്താണ് പിന്നെ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്. 4 ടൈപ്പ് എന്താണ് കാസ്റ്റ് അയൺസ് ആണ്. അപ്പോൾ അതിൽ ഓരോന്ന് എന്താ നോക്കാം. അതിൽ ഫസ്റ്റത്താണ് എന്ത്, വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയ ഒരു ഹൈ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലാണ് എന്ത്, വൈറ്റ് കാസ്റ്റ് അയൺ. അതിൻ്റെ അത് സാധാരണ രീതിയിൽ എന്തുകൊണ്ട് ഈ ഹൈ സ്ട്രെങ്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കാർബൈഡ് ഫോമിലുണ്ടാകും, ഒരു കോമ്പോസിറ്റ് ഒരു Fe3 ഫോം എന്ത് ചെയ്യും ഫോമിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് കാർബൺ എക്സിസ്റ്റ് ചെയ്യുക. ഒരു കോമ്പൗണ്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ വൈറ്റ് കാസ്റ്റ് അയണിൻ്റെ അകത്ത് കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ഇത് കുറച്ചും കൂടി സ്റ്റേബിളും കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയതും കുറച്ചും കൂടി ഹാർഡ്നെസ് കൂടിയൊക്കെയാണ് എന്ത് ഈ വൈറ്റ് കാസ്റ്റ് അയൺ. അതേപോലെ തന്നെ ഒരു വിയർ റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്ന് എന്ത് വരില്ല, വിയർ സംഭവിക്കാത്തൊരു സാധനമാണ് എന്ത് വൈറ്റ് കാസ്റ്റ് അയൺ. അതുകൊണ്ട് തന്നെ എന്താ ഈ വൈറ്റ് കാസ്റ്റ് അയൺ നമ്മളെ ക്രഷറൊക്കെ ഇല്ലേ, ഈ കരിങ്കലിൻ്റെ ക്രഷറൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഇന്നർ പോർഷൻ എന്ന് പറഞ്ഞാൽ ക്രഷറിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഉണ്ടാവില്ലേ, ഈ സ്റ്റോണൊക്കെ വന്ന് ഇങ്ങനെ ഇടിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ആ ക്രഷ് ചെയ്തിട്ട് ചെറിയൊരു സ്റ്റോൺ ആക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവില്ലേ, ആ പോർഷനൊക്കെ എന്താ ലൈനിങ്സ് അതിൻ്റെയൊക്കെ കവറിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ട്രെങ്ത് ഉള്ള വൈറ്റ് കാസ്റ്റ് അയൺ ആണ് സാധാരണ അതിൽ യൂസ് ചെയ്യാറ്. അപ്പം സിമെൻറ്റ് മിക്സ്ചേഴ്സ് അതുപോലെ ക്രഷേഴ്സ് ഇതൊക്കെ എന്താ മെയിനായിട്ട് വൈറ്റ് കാസ്റ്റ് അയൺസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, അതുപോലെ ഹാർഡ്നെസ് കൂടുതലാണ്, അതുപോലെ റെസിസ്റ്റൻസ് കൂടുതലാണ്, ഹൈ റെസിസ്റ്റൻസ് ആണ് വിയറിന്. അപ്പം നെക്സ്റ്റ് ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ തന്നെ ചെറിയൊരു വേരിയേഷൻ ആണ് ഗ്രേ കാസ്റ്റ് അയൺ.
സെയിം കോമ്പോസിഷൻ തന്നെയാണ്. എന്താ സെയിം കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേ കാസ്റ്റ് അയണിൻ്റെ അകത്ത് എന്തുണ്ടാകും, ഗ്രാഫൈറ്റ്സ് ആണ് മെയിനായിട്ട്. ഗ്രാഫൈറ്റ് ഫോമിലാണ് എന്തുണ്ടാകുക, കാർബൺ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഇത് കുറച്ചും കൂടി മെഷീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പെൻസിലിൻ്റെ അകത്തൊക്കെ അറ്റത്തൊക്കെ സാധനമല്ലേ ഗ്രാഫൈറ്റ്. അതെന്താ ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. സാധാരണ ഗതിയിൽ ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ് എന്ത്, ഈ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫൈറ്റ് ഫോമിലാണ് എന്തുണ്ടാകുക, ഗ്രേ കാസ്റ്റ് അയണിൻ്റെ അകത്ത് പിന്നെ കാർബൺ ഉണ്ടാകും. അപ്പോൾ ആ കളർ ഗ്രേ കളർ പിന്നെ ഗ്രാഫൈറ്റിൻ്റെ ഗ്രേ കളർ എന്തിനുണ്ടാവും, ഈ ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഗുഡ് റെസിസ്റ്റൻസ് ടു എന്താണ്, ഇത് കുറച്ചും കൂടി എന്താ ഗ്രാഫൈറ്റ് ഫോമിൽ, ഫ്രീ ഗ്രാഫൈറ്റ് ഫോമിലാണ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഈ ഗ്രേ കാസ്റ്റ് അയണിൻ്റെ അകത്ത് കാർബൺ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്താ ഇതിന് കുറച്ചും കൂടി മെഷീനബിലിറ്റി കൂടുതലാണ്. സാധാരണ വൈറ്റ് കാസ്റ്റ് അയണിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി മെഷീൻ ചെയ്യാൻ ഈസി ആയിരിക്കും എന്ത്, ഈ ഗ്രേ കാസ്റ്റ് അയൺ. അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടി മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ മെഷീൻ്റെ, അതായത് ലെയ്ത്ത്, അങ്ങനെ വലിയ വലിയ മെഷീൻസില്ലേ, മെഷീൻസിൻ്റെ ഒക്കെ എന്താ അമൽ കെ ഒന്ന് പ്രസന്റിങ് ഓഫ് ആക്കിയേ അമലേ. അപ്പോൾ എന്താ ഇതിൽ ഗ്രേ കാസ്റ്റ് അയണിൽ എന്താണ് കുറച്ചും കൂടി എന്താ കുറച്ചും കൂടി എന്ത് കൂടുതലാണ്, പിന്നെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. അതേപോലെ തന്നെ കോസ്റ്റും കുറവാണ്. അതേപോലത്തെ മെഷീൻ പാർട്സ്, അതായത് മോട്ടർ, അതേപോലെ ഗിയർ പമ്പ്, അതുപോലെ എൻജിൻ ബ്ലോക്ക്, ഇതൊക്കെ എന്താ എന്തിൻ്റെ കേസിൽ, ഗ്രേ കാസ്റ്റ് അയണിൻ്റെ കേസിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്രേ കാസ്റ്റ് അയണിൻ്റെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. അതായത് മോട്ടറിൻ്റെ പാർട്സ്, അതേപോലെ തന്നെ ഗിയർ, പമ്പിൻ്റെ ഹൗസിങ്, അതേപോലെ എൻജിൻ ബ്ലോക്ക്, പിന്നെ വാട്ടർ പൈപ്പ്, ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നത്. അതിൽ ഗുഡ് ഡാമ്പിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ കുറക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്, ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെഷീൻ്റെ ബേസ്, മെഷീൻ്റെ പാർട്സ് ഒക്കെ എന്തുണ്ടാക്കും, ഈ പിന്നെ ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ട് നമ്മൾ എന്താ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യവും സീസിയം കൂടി എന്തിൻ്റെ അകത്ത് ആഡ് ചെയ്യുക, ഗ്രേ കാസ്റ്റ് അയണിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും, അതിനെ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയും. കുറച്ചും കൂടി എന്ത് കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലാണ്. അതേപോലെ തന്നെ ഡക്റ്റിലിറ്റി, വലിച്ചു കിട്ടാനുള്ള കപ്പാസിറ്റിയും കൂടുതലാണ് എന്തിന്, ഡക്റ്റൈൽ കാസ്റ്റ് അയണിൽ. നെക്സ്റ്റ് അതേപോലെ മാലിയബിൾ കാസ്റ്റ് അയൺ. ഇതേപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് അയൺ നമ്മൾ കുറച്ചും കൂടി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ മാലിയബിൾ കാസ്റ്റ് അയൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മാലിയബിൾ കാസ്റ്റ് അയൺസിന് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് രണ്ട് മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, മാലിയബിൾ കാസ്റ്റ് അയൺ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മാലിയബിൾ കാസ്റ്റ് അയണിൽ രണ്ട് ടൈപ്പ് മെത്തേഡ് ഉണ്ട്. എന്തൊക്കെയാ മാലിയബിൾ കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന് ബ്ലാക്ക് ഹാർട്ട് മെത്തേഡും വൈറ്റ് ഹാർട്ട് മെത്തേഡും. ബ്ലാക്ക് ഹാർട്ടും വൈറ്റ് ഹാർട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പം ജസ്റ്റ് എന്താ നമ്മളൊന്ന് ഓർമ്മിച്ച് വെച്ചോളാം, ബ്ലാക്ക് ഹാർട്ട് ആൻഡ് വൈറ്റ് ഹാർട്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചേക്കാം, ബ്ലാക്ക് ഹാർട്ടും വൈറ്റ് ഹാർട്ടും. ജസ്റ്റ് ആ പേര് മാത്രം ഓർമ്മിച്ചാൽ അതിന് എങ്ങനെയാണ് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് ബ്ലാക്ക് ഹാർട്ട് ആൻഡ് വൈറ്റ് ഹാർട്ട്. അതിനെന്താ മാലിയബിൾ കാസ്റ്റ് അയണിൻ്റെ എന്താ കുറച്ചും കൂടി എന്താ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, വൈറ്റ് കാസ്റ്റ് അയണിനെ കുറച്ചും കൂടി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് മാലിയബിൾ കാസ്റ്റ് അയൺ കിട്ടും. കുറച്ചും കൂടി ഡക്റ്റിലിറ്റി കൂടുതലാണ്. വേറെ പ്രത്യേകിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒന്നും എന്തില്ല, ഈ മാലിയബിൾ കാസ്റ്റ് അയണിന് ഇല്ല. അപ്പം ഇത്രയൊക്കെയാണ് എന്ത് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺസ്. ഇനി ഇത്രയാണ് എന്ത് കാസ്റ്റ് അയണിനെ പറ്റി നമുക്ക് പറയാനുണ്ട്. ജസ്റ്റ് കാസ്റ്റ് അയൺ എന്താണ്, ഇത്രയാണ് നിങ്ങൾ സിലബസിലുള്ളൂ. എന്താണ് കാസ്റ്റ് അയൺ, അതേപോലെ കാസ്റ്റ് അയൺ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ ആകെ ചോദിച്ചുള്ളൂ, സിലബസിൽ പറഞ്ഞുള്ളൂ. അപ്പോൾ വേണ്ടാണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഇത് മാത്രം എന്ത് ചെയ്യാം ഒന്ന് ഓർമ്മിച്ചോളാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പായിരുന്നു കാസ്റ്റ് അയൺസ്? വൈറ്റ്, ഗ്രേ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ. അപ്പോൾ 4 ടൈപ്പ് കാസ്റ്റ് അയൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് എന്ത് ചെയ്യുക
ടൈപ്പ് ചെയ്തിട്ടോളാം. എന്ത് ചെയ്യണ്ട, വേറെ ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ഇപ്പം ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഓർമ്മ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ പോയിക്കോളും. അപ്പം എന്താ മോൾഡിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് എന്താ ആയിക്കോട്ടെ, എത്ര മണിക്കടെ കാര്യം വരാ, 10:10. അപ്പോൾ സ്പെഷ്യൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനി ഇതിൽ നിങ്ങൾ പറയാത്ത കാര്യം എന്താ, സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ് ആണ്. സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡൈ കാസ്റ്റിംഗ്, പെർമനന്റ് മോൾഡ് ഡൈ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, ഇത് മൂന്നെണ്ണമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത്. ബാക്കി എന്താ, ബെഞ്ച് മോൾഡിംഗ് എന്താണ്, ഫ്ലോർ മോൾഡിംഗ് എന്താണ്, പിറ്റ് മോൾഡിംഗ് എന്താണ്, മെഷീൻ മോൾഡിംഗ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ പറഞ്ഞുള്ള ഗ്രീൻ സാൻഡ് മോൾഡിംഗ്, പിന്നെ ഡ്രൈ സാൻഡ് മോൾഡിംഗ്, അതേപോലെ ഷെൽ മോൾഡിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡൈ കാസ്റ്റിംഗ് എന്താണ് ഡൈ കാസ്റ്റിംഗ് എന്നുള്ള ഒരു സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ് ആണ് എന്ത്, പിന്നെ ഡൈ കാസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ഡൈ കാസ്റ്റിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ഡൈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ ഒരു ഫിഗർ കാണുണ്ടാവും. ഇതാണ് എന്ത്, ഡൈ കാസ്റ്റിങ്ങിന്റെ മോൾഡ്. നമ്മൾ ഇതുവരെ എല്ലാ മോൾഡും എന്തായിരുന്നു, ഒന്നുമില്ലെങ്കിൽ സാൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പിന്നെ അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഏതെങ്കിലും മെറ്റീരിയൽ ആയിരുന്നു. ഇതിലെന്താ, ഇതിലൊരു മെറ്റലിന്റെ മോൾഡാണ്. മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു മോൾഡ് ബോക്സ് ആണ്. ഇതിൽ മെറ്റലിന്റെ ഒരു മോൾഡാണ്. മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മെറ്റൽ ബോക്സ് ആണ്. മെറ്റലിന്റെ ബോക്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട പാറ്റേണിന്റെ ഷേപ്പിൽ എന്തുണ്ട്, ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കട്ടിങ്സ് ആണ്. ഈ വരച്ചിരിക്കുന്ന സാധനങ്ങളിലെ ഇവിടെ എന്താ കട്ടിങ് ആണ്. കട്ടിങ്സ് ആണ് എന്ത് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ട ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യണ്ടാവും, മോൾഡിങ് ക്യാവിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, ക്രിയേറ്റ് ചെയ്യണ്ടാവും. ഇനി ഈ ബോക്സ് എന്ത് ചെയ്യണം, അവിടെ ഒരു ക്ലാമ്പ് ഉണ്ടോ, ഈ ക്ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യും. ഇവിടെ ഒരു എന്തുണ്ട്, ഹിഞ്ച് വെച്ചിട്ടുണ്ട്. ഈ ഹിഞ്ചും വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യുക, ഇതിന്റെ മേലെ ഒരു ഓപ്പണിംഗ് അല്ലേ, ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാകും. പേറിംഗ് ബേസിംഗ് എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് പേറിംഗ് ബേസിംഗ്. ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, മെറ്റൽ പോർ ചെയ്യും. അപ്പം മെറ്റൽ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാം, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഈ മെറ്റലിന്റെ ഈ പോർഷൻ, ഹോളോ പോർഷൻ ഒക്കെ എന്ത് ചെയ്യും, മെറ്റൽ ഫില്ലാവും. അപ്പൊ അങ്ങനെ മെറ്റൽ ഫില്ലായി കഴിഞ്ഞ് കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ തന്നെ ഈ മോൾഡ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ മെറ്റൽ പാർട്ട് പുറത്തേക്ക് എടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കാസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് കൈ കിട്ടും. അപ്പം ഇതിൽ സാധാരണ ലോ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റീരിയൽസ് ആണ് സാധാരണ എന്ത് ചെയ്യുക, ഈ കാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ലോ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുക, കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റീരിയൽസ് മാത്രം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, മെറ്റൽസ് മാത്രം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ മെത്തേഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റേ മോൾഡ് ഉരുകിപ്പോകും. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എന്ത് ചെയ്യും, അത്രയും ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്, മോൾഡിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മോൾഡ് എന്തായിപ്പോവും, ഈ മോൾഡ് എന്തായിപ്പോവും, ഉരുകിപ്പോവും. അപ്പോൾ മോൾഡ് ഉരുകാണ്ടിരിക്കണം എന്ത് വേണം, ഹൈ ടെമ്പറേച്ചറിലെ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്തല്ല, എപ്പോഴും പോസിബിൾ അല്ല. അതായത് അയൺ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ഒരു 1500 ഡിഗ്രി സെൽഷ്യസൊക്കെ എന്ത് വരും, ടെമ്പറേച്ചർ വരും. മെറ്റൽ ഉരുക്കി കഴിഞ്ഞാൽ 1500 ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യുക, മെറ്റൽ മെൽറ്റ് ആവുക. അപ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു 2000 ഡിഗ്രി സെൽഷ്യസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സാധനമെങ്കിലും മിനിമം വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ചെറിയ ഡിസ്റ്റോർഷൻ ഒക്കെ എന്ത് വരും, അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് സിങ്ക്, ടിന്ന് അല്ലെങ്കിൽ അലൂമിനിയം ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, സാധാരണ ഇതിൽ എന്ത് ഉപയോഗിക്കുക, ഈ പെർമനന്റ് മോൾഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഡൈകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഗ്രാവിറ്റി ഡൈകാസ്റ്റിങ്ങിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാ, നോൺ ഫെറസ് മെറ്റൽസ് ആണ്. അതായത് അലൂമിനിയം, ബ്രോൺസ് അല്ലെങ്കിൽ ടിന്ന്, ഇതൊക്കെ എന്താ സാധാരണ ഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ ഇതിലെ ആകെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് മാത്രമേ ഉള്ളൂ, മെറ്റലിന്റെ മോൾഡാണ് യൂസ് ചെയ്യുന്ന സാധനം. എന്താ, മെറ്റലിന്റെ ഒരു പെർമനന്റ് മോൾഡാണ്. മെറ്റലിന്റെ ഒരു പെർമനന്റ് മോൾഡാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, പെർമനന്റ് മോൾഡ് ഡൈകാസ്റ്റിങ്ങിന്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് വന്നത്. എന്താ, മെറ്റലിന്റെ ഒരു പെർമനന്റ് മോൾഡാനെ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമനന്റ് മോൾഡ് ഡൈകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എക്സ്ട്രാ പ്രഷർ എന്തെങ്കിലും കൊടുക്കണ്ടോ, ഇല്ല. ജസ്റ്റ് മെറ്റൽ എന്ത് ചെയ്യുന്നു, ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ആകുന്നത് എന്തിന്റെ ബേസിലാണ്, ഗ്രാവിറ്റി വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റി ഡൈകാസ്റ്റിംഗ് എന്നുള്ള പേര് പറയുന്നത്. അപ്പൊ രണ്ട് പേരിനും കാരണം എന്താന്ന്, ഒന്ന് പെർമനന്റ് ആയിട്ടുള്ള മോൾഡ്, മെറ്റൽ മോൾഡ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് എന്ത് പറയും,
പെർമനന്റ് മോൾഡ് ഓർ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്, പെർമനന്റ് മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഗ്രാവിറ്റി കാരണമാണ് എന്ത് ചെയ്യുന്നത്, മെറ്റൽ ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലാകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു, എന്താ പറയാ, ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. പെർമനന്റ് മോൾഡ് കാസ്റ്റിംഗ് യൂസസ് മെറ്റാലിക് ഡൈ വിച്ച് ഈസ് പെർമനന്റ്. ഈ മെറ്റാലിക് ഡൈ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാം. ഒറ്റൊരു പ്രാവശ്യം ഉപയോഗിച്ച് സാധാരണ ഇതിൽ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ഉപയോഗിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇതിൽ എന്ത് ചെയ്യും, ഒരു മോൾഡ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇതിന്റെ കേസിൽ എന്താ, ഒരുപാട് പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു പ്രോസസിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ പെട്ടെന്ന് കൂളിംഗ് നടക്കും. ഇതിനകത്ത് പെട്ടെന്ന് കൂളിംഗ് നടക്കും. കൂളിംഗ് പ്രോസസ് വളരെ എന്താണ്, ഫാസ്റ്റ് ആണ്. കൂളിംഗ് പ്രോസസ് വളരെ ഫാസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്, മെറ്റലാണ്, മെറ്റലിന്റെ എന്താണ്, മോൾഡാണ്. അപ്പൊ എന്ത് ചെയ്യും, ഹീറ്റ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഹീറ്റ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പോൾ ഇനി എന്താ പറഞ്ഞ, മോൾഡ് ഈസ് മെയ്ഡ് ഇൻ 2 halves ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് റിമൂവൽ ഓഫ് കാസ്റ്റിംഗ്. അതായത് കാസ്റ്റിംഗ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി എന്താ, 2 പാർട്ടായിട്ടാണ് എന്ത് ചെയ്യും, നമ്മൾ ഈ മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനമാണ് എന്ത് ചെയ്ത് നമ്മൾ പെർമനന്റ് മോൾഡ് കാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ അല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെയുള്ള? എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ ഒന്ന് കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു. 4 ടൈപ്പ് കാസ്റ്റ് അയൺസ് ഉണ്ട്. എന്തൊക്കെയാടാ 4 ടൈപ്പ് കാസ്റ്റ് അയൺസ്? ഗ്രേ കാസ്റ്റ്, വൈറ്റ് കാസ്റ്റ് ആണ്, ഗ്രേ കാസ്റ്റ് ആണ്, മാലിയബിൾ കാസ്റ്റ് ആണ്, പിന്നെ ഡക്റ്റൈൽ കാസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. എന്താണ് അത് പറ. ഉത്തരം പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, പ്രശ്നമല്ല. അപ്പം എന്താ നെക്സ്റ്റ് അടുത്ത കാസ്റ്റ്, ഈ പ്രോസിന്റെ പെർമനന്റ് മോൾഡ് കാസ്റ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഫൈൻ ആൻഡ് ഡെൻസ് ഗ്രെയിൻഡ് സ്ട്രക്ചർ. അതായത് ഫൈൻ ആൻഡ് ഡെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്തായിരിക്കും, ഇതിൻ്റെ ഉള്ള മെറ്റീരിയൽസ് എന്തായിരിക്കും, ഫൈൻ ആയിരിക്കും, കുറച്ചും കൂടി എന്താ സ്ട്രെങ്ത് കൂടിയായിരിക്കും എന്ത് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള കാസ്റ്റിങ്ങിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് എന്തായിരിക്കും, ഡെൻസ് ആയിരിക്കും, കുറച്ചും കൂടി പാക്ഡ് ആയിരിക്കും. അതായത് അയൺ ആണെങ്കിൽ അല്ലെങ്കിൽ അലൂമിനിയം ആണെങ്കിൽ എന്താ, അലൂമിനിയത്തിന് കുറച്ചും കൂടി ഡെൻസിറ്റി കൂടിയ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും സാധാരണ കാസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് ഇതിന് കിട്ടുക. കുറച്ചും കൂടി ഡെൻസിറ്റി കൂടിയ പ്രൊഡക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് കിട്ടുക. അപ്പം പിന്നെ അതേപോലെ നോ ബ്ലോ ഹോൾസ്, അതായത് പിന്നെ എയർ എന്താ ഫില്ലായിട്ട് എന്ത് ചെയ്യും, ഒരു ഹോളോ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്തിൽ വരാറുണ്ട്, സാധാരണ കാസ്റ്റിങ്ങിന്റെ കേസിൽ വരാറുണ്ട്. അതേസമയം ഈ ഗ്രാവിറ്റി ഡൈകാസ്റ്റിങ്ങിന്റെ കേസിൽ അല്ലെങ്കിൽ ഡൈകാസ്റ്റിങ്ങിന്റെ കേസിൽ എന്തുണ്ടാവില്ല, ബ്ലോ ഹോൾസ് ക്രിയേറ്റ് ആവില്ല, ബ്ലോ ഹോൾസ് ക്രിയേറ്റ് ചെയ്യില്ല. ബ്ലോ ഹോൾ എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡിഫക്ട്സ്, കാസ്റ്റിംഗ് ഡിഫക്ട്സിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം അതേപോലെ എന്താ നെക്സ്റ്റ്, എക്കണോമിക്കൽ, മാസ് പ്രൊഡക്ഷൻ ഏറ്റവും എക്കണോമിക്കൽ ആണ് എന്ത്, ഈ ഗ്രാവിറ്റി ഡൈകാസ്റ്റിംഗ്. വളരെ പെട്ടെന്ന് നമുക്ക് കൂളിംഗ് നടക്കും. അതേപോലെ തന്നെ എന്താ, പെട്ടെന്ന് പ്രൊഡക്ഷൻ നടക്കും. ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ കുറഞ്ഞ ടൈമേ വേണ്ടു. അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷൻ എന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്, ഈ ഗ്രാവിറ്റി ഡൈകാസ്റ്റിംഗ്. അപ്പം പിന്നെ പെട്ടെന്ന് കൂളിംഗ് നടക്കും. അതുകൊണ്ട് തന്നെ എന്താ, അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ ഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും. അതായത് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം എന്ത്, അയണിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അയണിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്, അയൺ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്താണ്, വളരെ ഫൈൻ ആയിരിക്കും. അതേപോലെ തന്നെ അടുത്തെന്താ, ക്ലോസ് ടോളറൻസ് അല്ലെങ്കിൽ ആക്യുറസി ആണ് എന്ത് പ്രൊഡക്റ്റിന്. അപ്പം ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റും നമ്മൾ ഉദ്ദേശിച്ചൊരു സൈസും ഉണ്ടാവും. ആ സൈസും ഫൈനൽ പ്രൊഡക്റ്റും തമ്മിലൊരു ചെറിയ ഡിഫറൻസിനാണ് എന്ത് പറയാം, നമ്മൾ ടോളറൻസ് പറയാം. അപ്പം ടോളറൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡീവിയേഷൻ, നമ്മളെ ഉദ്ദേശിച്ച പ്രൊഡക്റ്റിന്റെ സൈസിനെക്കാട്ടിയും ചിലപ്പോൾ ഡീവിയേഷൻ വരും. ആ ഡീവിയേഷൻ ആണ് എന്ത് പറയാ, ടോളറൻസ് പറയാം. അങ്ങനത്തെ ഡീവിയേഷൻ വളരെ കുറവായിരിക്കും, ടോളറൻസ് വളരെ കുറവായിരിക്കും എന്തിന്റെ കേസിൽ, ഈ ഗ്രാവിറ്റി ഡൈകാസ്റ്റിങ്ങിന്റെ കേസിൽ. അതേപോലെ സർഫസിലുള്ള ഫിനിഷ് വളരെ കൂടുതലായിരിക്കും എന്തിൽ, ഈ ഗ്രാവിറ്റി ഡൈകാസ്റ്റിങ്ങിന്റെ കേസിൽ. അതേപോലെ കാസ്റ്റിംഗ് ഡിഫക്ട്സ് വളരെ കുറവാണ്. അതേപോലെ പ്രൊഡക്ഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അതേപോലെ ആൾക്കാർ, ലേബേഴ്സിന്റെ എണ്ണവും അതുപോലെ ചെലവും വളരെ കുറവാണ് എന്തിൽ, ഡൈകാസ്റ്റിംഗ് പ്രോസസ്സിൽ. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് മോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, അതിന് കോസ്റ്റ് കുറച്ചും കൂടി എന്താണ് കൂടുതലാണ്. അതേപോലെ വലിയൊരു കാസ്റ്റിംഗ്, വളരെ വലിയൊരു കാസ്റ്റിംഗ് ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഈ ഡൈകാസ്റ്റിംഗ് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, അത്രയും വലിയൊരു മോൾഡ്, മെറ്റലിന്റെ ഒരു മോൾഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും വലിയൊരു മോൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതേപോലെ തന്നെ ജസ്റ്റ് മൂവ് ചെയ്യലും ഒക്കെ എന്താണ് ഡിഫിക്കൽട്ടാണ്. അപ്പൊ അതൊന്നും എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ ഒരു ലിമിറ്റിന്റെ മേലെ സൈസിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല, കാസ്റ്റിങ്സ്
ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തിൻ്റെ ഡിഫക്റ്റ്, ഈ ഗ്രാവിറ്റി ഡൈ കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റ്. അപ്പം ഇതേപോലെ വേറൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സർഫസ്, പെട്ടെന്ന് സർഫസ് കുറച്ചും കൂടി എന്തായിരിക്കും, ഹാർഡായിരിക്കും. സാധാരണത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ഹാർഡായിരിക്കും എന്ത്, ഇതിൻ്റെ സർഫസ്. അതായത് പിന്നെ മോൾഡിംഗ് പ്രോസസ്സിന് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സർഫസ് കുറച്ചും കൂടി എന്തായിരിക്കും, ഹാർഡായിരിക്കും. അതേപോലെ ഹൈ ടെമ്പറേച്ചർ, റിഫ്രാക്റ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അലോയ്സ്. ഹൈ ടെമ്പറേച്ചറിലെ മെൽറ്റിംഗ് പോയിന്റിലെ മെറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്ലിക്കേഷൻ മെയിനായിട്ട് കാർബറേറ്ററിന്റെ ബോഡി, ഇതേപോലെ ഓയിൽ പമ്പ്, കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺസ്, ഇതൊക്കെയാണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യാറ്, ഈ ഒരു പ്രോസസ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. പിന്നെ നോൺ ഫെറസ് കാസ്റ്റിംഗിന് വേണ്ടിയാണ്, പിന്നെ മെറ്റൽസിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇത് ഉപയോഗിക്കാറ്. അതായത് അലൂമിനിയം, സിങ്ക്, പിന്നെ ടിന്ന്, ഇതൊക്കെയാണ് സാധാരണ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽസ്. ഇനി ഇതിന്റെ തന്നെ അടുത്തൊരു ടൈപ്പാണ് എന്ത്, അടുത്ത് നേരത്തെ പറഞ്ഞ എന്താ, ഗ്രാവിറ്റി ഡൈകാസ്റ്റിംഗ്. അതിലെന്തില്ല, പ്രഷർ കൊടുക്കുന്നില്ല. ഇനി അടുത്താണ് എന്ത്, പ്രഷർ ഡൈകാസ്റ്റിംഗ്. ഇതെന്ത് ചെയ്യും, ഹൈ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹൈ പ്രഷർ എക്സ്ട്രാ ഒരു 7 to 350 മെഗാപാസ്കൽ റേഞ്ചിൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, ഈ മെറ്റലിന്റെ മേലേക്ക് കൊടുക്കും. ആ മോൾട്ടൺ മെറ്റലിന്റെ മേലേക്ക് എന്ത് ചെയ്യും, ഹൈ പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് ചെയ്യുക. അതായത് ഒരു പമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, പമ്പ് ചെയ്യും. ഹൈ പ്രഷറിൽ മെറ്റൽ മോൾഡിൻ്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മോൾഡിങ് നടത്തുക. അതിനാണ് എന്ത് പറയുക, പ്രഷർ ഡൈകാസ്റ്റിംഗ് എന്ന് പറയാം. അത് ഈ പ്രഷർ എന്ത് ചെയ്യും, ആ മോൾഡിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം. അതേപോലെ തന്നെ ഇതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ എക്കണോമിക്കലും അതുപോലെ തന്നെ റാപ്പിഡാണ്. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാസ്റ്റിംഗ് പ്രോസസ് നടത്താൻ പറ്റും. സർഫസ് ഫിനിഷ് എന്താണ്, ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു എക്സ്ട്രാ മെഷീനിങ് പ്രോസസ്, ഒരു ഫിനിഷിംഗ് പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു പോളിഷിംഗ് പ്രോസസ്സിനൊന്നും ആവശ്യം എന്തിനുമില്ല, ഈ പിന്നെ പ്രഷർ ഡൈകാസ്റ്റിങ്ങിന് വരില്ല. ഇത് മെയിനായിട്ട് സിങ്ക്, അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം, ലെഡ്, ടിന്ന്, ഇതിനൊക്കെയാണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. അപ്പോൾ മെയിനായിട്ടൊരു 3 മെത്തേഡ്സ് ആണ്, അതുപോലെ 3 മെഷീൻസ് ആണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യാറ്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 2 നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. ഹോട്ട് ചേമ്പർ മെഷീനും കോൾഡ് ചേമ്പർ മെഷീനും. ഹോട്ട് ചേമ്പർ മെഷീനും കോൾഡ് ചേമ്പർ മെഷീനും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിട്ടുള്ള, എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോട്ട് ചേമ്പർ മെഷീൻസ്, കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീൻസ്. അതേപോലെ എയർ ബ്ലോൺ അല്ലെങ്കിൽ ഗൂസ് നെക്ക് മെഷീൻ. അപ്പം ഈ ഒരു 3 മെഷീൻസ് ഉപയോഗിച്ചാണ് സാധാരണ ഇത് എന്ത് ചെയ്യാറ്, പ്രഷർ ഡൈകാസ്റ്റിംഗ് ചെയ്യാറ്. അപ്പോൾ എന്താണ് ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീൻ നോക്കാം. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മെറ്റലിന്റെ ഡൈ ഉണ്ടാവും. ഇവിടെ ഒരു സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, ഈ സൈഡ് ആയിരിക്കും മെയിനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒരു സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ ഉണ്ടാവും. ആ ഡൈയിന്റെ മേലേക്ക് ഒരു പൈപ്പ്, മെറ്റൽ പൈപ്പ്, ഇതിനാണ് എന്ത് പറയുക, ഗൂസ് നെക്ക്. താറാവിന്റെ കഴുത്ത് പോലെ, അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ഗൂസ് നെക്ക്. ഗൂസ്, GOOSE, ഗൂസ് നെക്ക് എന്ന് പറയും. അപ്പൊ ഇതിനാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ഉള്ളിലേക്ക് എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഡോട്ടറായിട്ട് കാണിക്കുന്ന സാധനം, ഇവിടെയൊക്കെ ഡോട്ടറായിട്ട് കാണിച്ചില്ലേ, ഫിൽ ചെയ്ത സാധനം, അതെന്താണ്, മോൾട്ടൺ മെറ്റലാണ്, ഹോട്ട് മെറ്റലാണ്. അതേപോലെ ഇതിനടിയിൽ എന്തുണ്ട്, ഫയർ കൊടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് അടിയിൽ നിന്ന് എന്ത് കൊടുത്തിട്ടുണ്ട്, ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഹീറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുൾ ടൈം ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്തുണ്ടാവും, എപ്പോഴും ലിക്വിഡ് മെറ്റൽ ഉണ്ടാവും. ലിക്വിഡ് മെറ്റൽ എപ്പോഴും എന്തുണ്ടാവും, ഇതിന്റെ അടിയിലുണ്ടാവും. ലിക്വിഡ് മെറ്റൽ എപ്പോഴും ഇതിന്റെ അടിയിലുണ്ടാവും. അപ്പോൾ ലിക്വിഡ് മെറ്റൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇവിടെ വന്ന് എന്ത് ചെയ്യും, ഈ പൈപ്പിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഫില്ലായി നിൽക്കും. എപ്പോഴാണ് നമ്മൾ ഈ പ്ലഞ്ചർ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, ആ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഓപ്പണിംഗ് ആദ്യം ക്ലോസ് ആവും. ഈ ഓപ്പണിംഗ് ക്ലോസ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ പിസ്റ്റൺ താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഉള്ള മെറ്റൽ എന്ത് ചെയ്യും, ഈ പൈപ്പ് വഴി തന്നെ എന്ത് ചെയ്യും, ഈ മോൾഡിന്റെ ഉള്ളിലേക്ക് ഫില്ലാവും. ഇങ്ങനെ എന്ത് ചെയ്യും, ഇവിടെ ഈ ഫില്ലായ മെറ്റൽ എന്താവും, ലിക്വിഡ് സോൾഡ് ആകുന്നവരെ എന്ത് ചെയ്യും, ഈ പ്രഷർ ഇങ്ങനെ ഫുൾ ടൈം എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് പ്രഷർ റിമൂവ് ചെയ്യും. ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, താഴെയുള്ള പിസ്റ്റൺ എന്ത് ചെയ്യും, മേലോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കും. ഇപ്പൊ സാധാരണ ഗതിയിൽ 4.2 മെഗാപാസ്കലൊക്കെയാണ് സാധാരണ ഗതിയിൽ ഈ പ്ലഞ്ചർ കൊണ്ട് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്, ഈ മോൾഡിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പ്രഷർ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ
ഇവിടെ എന്താ ഡൈ ഉണ്ട്, ഇവിടെ എന്താ ഒരു ഗൂസ് നെക്ക് ഉണ്ട്. ഇവിടെ പിസ്റ്റൺ താഴോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള മെറ്റൽ എന്താ മെറ്റൽ ഇതിനെ തന്നെ ഫില്ലായി ഇവിടെ നിന്ന് ഇതിനെ തന്നെ വന്ന് എന്ത് ചെയ്യും, മോൾഡിൻ്റെ ഉള്ളിൽ ഫില്ലാവും. ഇതിനാണ് എന്ത് പറയാ, ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ്. ഇവിടെ എന്തുണ്ട്, ഒരു ഹീറ്റ് ചെയ്യുന്ന ഒരു എലിമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനുള്ളിൽ ഫുൾ ടൈം എന്തുണ്ടാവും, ലിക്വിഡ് മെറ്റൽ ഉണ്ടാവും. അതേപോലെ മോൾഡിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, പുറത്തേക്ക് ഇടും. ഇതാണ് എന്ത്, ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീൻ. ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീൻ ഓക്കെ അല്ലേ. ഇതിനാണ് എന്ത് പറയാ, ഗൂസ് നെക്ക് എന്ന് പറയാം. ഇവിടെ എന്താണ്, ഇത് സിങ്കിന്റെ ഒരു എന്താ പറഞ്ഞ കാണിച്ചേ, മോൾഡിംഗ് പ്രോസസ് കാണിച്ചേ, അല്ലെങ്കിൽ കാസ്റ്റിംഗ് പ്രോസസ് കാണിച്ചേ. ഓക്കെ അല്ല, മനസ്സിലാവില്ലേ, അതിലെന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇതുപോലുള്ള രണ്ട് ഡൈകാസ്റ്റിംഗ് മെഷീൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റത്താണ് എന്ത്, ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീൻ. ആ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീന്റെ എന്താ പറഞ്ഞ വർക്കിംഗ് ആണ് ഇവിടെ കാണിച്ചത്. ഓക്കെ അല്ലേ, കാണാത്ത പ്രശ്നം അല്ലെ, മനസ്സിലാത്ത പ്രശ്നമൊന്നും ഇല്ലാലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അതിൽ വളരെ ക്ലോസ് ഡയമെൻഷൻ ടോളറൻസ് മാത്രം, ഹൈ സർഫസ് ഫിനിഷ് ആണ്. ഡയമെൻഷൻ ടോളറൻസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഹൈ സർഫസ് ഫിനിഷ് ആയിരിക്കും. എക്കണോമിക്കലാണ്, വളരെ കോസ്റ്റ് കുറവാണ്. മാസ് പ്രൊഡക്ഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആണ്. കോംപ്ലക്സ്, ഏത് കോംപ്ലക്സ് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്നൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീന്റെ അഡ്വാൻറ്റേജ്. അതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മെറ്റൽസിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ചില മെറ്റൽസ് ഹൈ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റൽസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ അലൂമിനിയം, ടിന്ന്, സിങ്ക് അതിനൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റൂ. അതേപോലെ ലാർജ് കാസ്റ്റിങ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ലാർജ് കാസ്റ്റിങ്സിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഹൈ കോസ്റ്റ് ആണ്, ഡൈക്കും എക്യുപ്മെന്റിനൊക്കെ കോസ്റ്റ് കുറച്ചും കൂടി എന്താണ്, കൂടുതലാണ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്, ജസ്റ്റ് ഇടുമ്പം താഴോട്ടായി ആണ്, വെരി ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. അതെന്താ അഡ്വാൻറ്റേജ് ആണ്, ഡിസഡ്വാൻറ്റേജ് അല്ല. ജസ്റ്റ് ഇത് മേലൊന്നും എടുത്തിട്ട് കേട്ടോ, അഡ്വാൻറ്റേജ് ആണ് എന്ത്, ഹൈ പ്രൊഡക്ഷൻ റേറ്റ്. നെക്സ്റ്റ് കോൾഡ് ചേമ്പർ. ഇതിന് തന്നെ വേറൊരു ജസ്റ്റ് അടുത്ത ടൈപ്പാണ് എന്ത്, ഡൈകാസ്റ്റിങ്ങിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, പിന്നെ കോൾഡ് ചേമ്പർ മെഷീൻ. അതിൽ ഒരു 40 മെഗാ പാസ്കലൊക്കെയാണ് എന്ത് സാധാരണഗതിയിൽ പ്രഷർ. നേരത്തെ ഒരു 4.2 ഒക്കെ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം എന്താ ഇതിലെന്താ ഒരു 40 മെഗാ പാസ്കൽ, നല്ല വ്യത്യാസമുണ്ട് പ്രഷറിൽ. ഹൈ പ്രഷറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലെന്താ ഒരു ഹീറ്റിംഗ് മെക്കാനിസം ഒന്നും ഉണ്ടാവില്ല. നേരത്തെ എന്തായിരുന്നു, ഒരു ഹീറ്റിംഗ് മെക്കാനിസം കൂടി എന്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ ഹോട്ട് ചേമ്പറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ എന്തില്ല, പിന്നെ ഡൈകാസ്റ്റിങ്ങിന്റെ കേസിൽ കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീനിൽ എന്തില്ല, ഒരു ഹീറ്റിംഗ് എലിമെന്റ് ഇല്ല. അതിന് പകരം എന്ത് ചെയ്യും, നമ്മളൊരു പിന്നെ മെറ്റൽ എന്ത് ചെയ്യും, ഇതിനുള്ളിൽ ഹോട്ടായിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യും, ഇതിനുള്ളിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് പോർ ചെയ്യും, ജസ്റ്റ് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെ എന്തുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ ഭാഗത്ത് എന്തുണ്ട്, ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഡൈ ഉണ്ട്. ഇതിലെ തന്നെ ഓപ്പണിങ്, ചെറിയൊരു ഓപ്പണിംഗ് ആണ് ഇവിടെ. ഈ ഓപ്പണിംഗ് കൂടെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ മെറ്റല് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. പിന്നെ ഈ റാം, ഇവിടെ പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ പിസ്റ്റൺ മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചറിലെ മോൾട്ടൻ മെറ്റൽ ഫിൽ ആവും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇത് കുറച്ചു നേരം സോളിഡിഫൈ ചെയ്യാൻ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, നേരത്തെ നമുക്ക് നമ്മൾ റിമൂവ് ചെയ്ത പോലെ തന്നെ മെറ്റൽ മോൾഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, കാസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് മഗ്നീഷ്യം, അലൂമിനിയം, കോപ്പർ ഇതൊക്കെയാണ് സാധാരണ അതിൽ നമ്മൾ എന്ത് ചെയ്യാറ്, ഈ ഒരു മെത്തേഡ് വഴി യൂസ് ചെയ്തിട്ട് പിന്നെ കാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. അതേപോലെ തന്നെ ഹൈ ഡെൻസിറ്റി പ്രൊഡക്റ്റ് ആണ്. അതായത് ഹോട്ട് ചേമ്പറിൽ കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഡെൻസിറ്റി കൂടിയ പ്രൊഡക്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുക, കോൾഡ് ചേമ്പറിൽ കിട്ടുക. എക്യുപ്മെന്റ് കോസ്റ്റ് സാധാരണ ഇത് കുറവാണ്. എന്തുകൊണ്ടാണ്, ഹീറ്റ് ചെയ്യുന്ന സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ അകത്ത് കോസ്റ്റ് കുറച്ചും കൂടി എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ എന്താ ഹൈ പ്രഷർ എന്തിനുണ്ട്, ഈ ഡൈകാസ്റ്റിംഗ് മെഷീനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഇതിന് പിന്നെ കുറച്ചും കൂടി നമ്മൾ എന്ത് കൊടുക്കണേ, ലോഡും പ്രഷറും ഇല്ലാതെ വരുന്ന പ്രഷർ എന്തായിരിക്കും, കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. പ്രൊഡക്ഷൻ റേറ്റ് സാധാരണ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്തിൽ,
പ്രൊഡക്ഷൻ റേറ്റ് സാധാരണ ഇതിൽ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിങ്ങിനായിരിക്കും കൂടുതൽ, കോൾഡ് ചേമ്പർ എന്തായിരിക്കും കുറവായിരിക്കും. അതേപോലെ തന്നെ ഓക്സിഡേഷൻ, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സൈഡ്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഓക്സൈഡ്സ് ഫോം ചെയ്താൽ നമ്മൾ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി എന്തിനുണ്ട്, ഈ കോൾഡ് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീനിലുണ്ട്. ഇനി അടുത്താണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, അതിന് മുന്നേ നിങ്ങളോട് നേരത്തെ 3 എന്ത് പറഞ്ഞു, 3 മെഷീൻസ് പറഞ്ഞു. എയർ ബ്ലോൺ ഗൂസ് നെക്ക് മെഷീൻ എന്ന് പറഞ്ഞ സാധനം കൂടി പറഞ്ഞു. അതൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്താ ഉപയോഗിച്ചിരുന്നത്, ഒരു പിസ്റ്റണും റാമും സെറ്റപ്പായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിന് പകരം എന്ത് ചെയ്യും, ഇവിടെ ഈ പിസ്റ്റണിന് പകരം നമ്മളൊരു ഔട്ട്ലെറ്റ് കൊടുക്കും. ഔട്ട്ലെറ്റ് കൂടി തന്നെ എന്ത് ചെയ്യും, ഹൈ പ്രഷറിലെ എയർ എന്ത് ചെയ്യും, പമ്പ് ചെയ്യും. അതായത് റാം ഈ പിസ്റ്റൺ താഴോട്ട് മൂവുന്നതിന് പകരം ഹൈ പ്രഷറിലെ എയർ എന്ത് ചെയ്യും, പമ്പ് ചെയ്യും. അതിനാണ് എന്ത് പറയാ, എയർ ബ്ലോൺ ഗൂസ് നെക്ക് മെഷീൻ എന്ന് പറയാം. ഓക്കെ, അതെന്തെല്ലാം നിങ്ങൾ ഇതുവരെ ചോദിച്ചാൽ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അത് ഒഴിവാക്കിയത്. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് മോൾഡ് ആയിരിക്കും. മോൾഡ് എന്തായിരിക്കും, ഒരു റൊട്ടേറ്റിംഗ് മോൾഡ് ആയിരിക്കും. അപ്പൊ ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ സാധനങ്ങളൊക്കെ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒന്നും കൂടി പറഞ്ഞോ? അപ്പം എന്ത് ചെയ്യുക, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് മോൾഡ് ആയിരിക്കും. റൊട്ടേറ്റിംഗ് മോൾഡാണ്. അതിനുള്ളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മെറ്റൽ ഒഴിക്കുക. അപ്പൊ മെറ്റൽ ഒഴിച്ചാൽ എന്ത് ചെയ്യും, അതിനുള്ളിൽ എന്ത് ചെയ്യും, ഈ റൊട്ടേഷൻ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, മെറ്റൽ എല്ലാ ഭാഗത്തും ഫിൽ ആവും. അതിനെയാണ് എന്ത് പറയാ, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എല്ലാ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെറ്റൽ ഫിൽ ആവുന്നത്. അതായത് നമ്മളൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഡ്രം ആണെന്ന്, അല്ലെങ്കിൽ ഒരു ഡ്രം, നമ്മൾ സാധാരണ കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിനോട് വെക്കുന്ന ഒരു വലിയ ഡ്രം ഇല്ലേ, അതിനകത്ത് ഡ്രം എന്ത് ചെയ്യുന്നു, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക, ആ ഡ്രമ്മിൻ്റെ അകത്ത് എന്ത് ചെയ്യും, വെള്ളം എല്ലാ ഭാഗത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലാണ്ട് ഒരു ഭാഗത്ത് മാത്രം നിൽക്കും. എല്ലാവരും അതേ ഒരു പ്രോസസ്സാണ് എന്ത് പിന്നെ ഇവിടെ നടക്കുന്നത്. ജസ്റ്റ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ഒഴിച്ചു കൊടുക്കും, മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതെല്ലാ ഭാഗത്തും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം 3 ടൈപ്പ് എന്തുണ്ട്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉണ്ട്. ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അങ്ങനെ 3 ടൈപ്പ് എന്തുണ്ട്, കാസ്റ്റിംഗ് ഉണ്ട്. അപ്പം 3 ടൈപ്പ് കാസ്റ്റിംഗിൽ ഫസ്റ്റ് ട്രൂ സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെയൊക്കെ വലിയ പൈപ്പില്ലേ, ആ പൈപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോർസ് ആണെന്ത്, ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അപ്പം ഈ ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു റൊട്ടേറ്റിംഗ് മോൾഡ് ഉണ്ടാവും. നിങ്ങൾ ഈ പ്രോസസ്സിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യുക, ഡീലാവേർഡ് പ്രോസസ്, ഡീലാവേർഡ് കാസ്റ്റിംഗ് പ്രോസസ്. ഇല്ലെങ്കിൽ അത് മറക്കും. ഇതാണ് എന്ത്, വലിയ പൈപ്പ്സ്, ഈ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ഒക്കെ വലിയ പൈപ്പില്ലേ, കാസ്റ്റ് ചെയ്ത പൈപ്പില്ലേ, മെറ്റൽ പൈപ്പ്സ്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഡീലാവേർഡ് കാസ്റ്റിംഗ് പ്രോസസ്. അപ്പം ഇവിടെ എന്തുണ്ടാവും, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡ് ഉണ്ടാവും. റൊട്ടേറ്റിംഗ് മോൾഡ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ ഒഴിച്ചിടും. മോൾട്ടൺ മെറ്റൽ ഒഴിക്കും. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനുള്ളിലേക്ക് എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ ഫിൽ ആവും. അപ്പം ഈ ഒരു റൊട്ടേറ്റിംഗ് മോൾഡ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, മെറ്റൽ ഒഴിച്ചു കൊടുക്കുക. ഇത്രയാണ് എന്ത് ഈ പ്രോസസ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും, ഒരു മോട്ടർ ഉണ്ടാവും. ആ മോട്ടറിന് അസോസിയേറ്റ് 2 വീൽസ് ഉണ്ടാവും. ഇവിടെ കണ്ടോ, നിങ്ങൾ കണ്ടറിയാം, ഇവിടെ 2 വീല്. ഈ വീലാണ് എന്ത് ചെയ്യുന്നത്, മോൾഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് പുറത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തു. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നത്, മെറ്റൽ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഹൂപ്പർ ഹോൾ സാധനത്തിന് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിഗർ വരക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ വരച്ച് പഠിക്കുക കാസ്റ്റിംഗ്. അതേപോലെ ഇതിനകത്തുള്ള മോൾട്ടൺ മെറ്റൽ, ബോട്ടം റോളേഴ്സ് ഉണ്ട്, ഒരു ബോട്ടം റോളർ ഉണ്ട്, ടോപ്പ് റോളർ ഉണ്ട്. അതേപോലെ കാസ്റ്റിംഗ് ആണ് എന്ത്, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന യെല്ലോ കളറിൽ. പുറമേ കാണുന്ന ഈ ഗ്രീൻ പോർഷനാണ് എന്ത്, ഗ്രീൻ പോർഷനാണ് എന്ത് പറയാ, കാസ്റ്റിംഗ് മോൾഡ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് പ്രോസസ് നടക്കുന്നത് ജസ്റ്റ് നോക്കാം. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡാണ്. ആ മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡാണ്. മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ മോൾട്ടൺ മെറ്റൽ, ഹൈ ടെമ്പറേച്ചറിലെ മെറ്റൽ ഒഴിച്ചു. മെറ്റൽ ഒഴിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്നതിനെ കൊണ്ട് എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും, സ്പിൻ ചെയ്ത് വരും. അപ്പം ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫില്ലായി വരും. ഫില്ലായി വരുമ്പോൾ എന്ത് ചെയ്യും, അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഈ മെറ്റലിൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യും,
ഈ എൻഡ് പോർഷൻസിൽ എന്തുണ്ടാവും, ഇവിടെ എന്തുണ്ടാവും, കൂളിംഗ് നടക്കും. ഈ എൻഡ് പോർഷനിൽ മെറ്റൽ മോൾഡുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, കൂളിംഗ് നടക്കും. അതേപോലെ ഉള്ളിലത്തെ പോർഷൻ, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അവിടത്തേക്ക് എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ്, അതായത് എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ എന്ത് ചെയ്യും, അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, അത് സെന്ററിലേക്ക് വരും കുറച്ചും കൂടി. അപ്പം അങ്ങനെ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഉള്ളിലുള്ള പോർഷൻ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഫൈൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കില്ല, ഉള്ളിലത്തെ പോർഷൻ എപ്പോഴും എന്തായിരിക്കില്ല, അത്രയും ഫൈനും പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതെന്ത് ചെയ്യും, ജസ്റ്റ് ഉള്ളിലത്തെ പോർഷൻ എന്ത് ചെയ്യും, മെഷീൻ ചെയ്തെടുക്കും. ഈ ഒരു പ്രോസസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ ലാർജ് പൈപ്പ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു പ്രോസസ് ആണ്. ഇപ്പോൾ റൊട്ടേറ്റിംഗ് മോൾഡ് ഉണ്ടാവും, ആ മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, മെറ്റൽ ജസ്റ്റ് പിന്നെ സപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, അത് റൊട്ടേറ്റ് ചെയ്ത് കൂൾ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, മോൾഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഈ ഒരു പിന്നെ പ്രൊഡക്റ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇതാണ് എന്ത്, ട്രൂ സെൻട്രിഫ്യൂഗൽ പ്രോസസ് അല്ലെങ്കിൽ ഡീലാവേർഡ് പ്രോസസ്. ഇപ്പോൾ ഡീലാവേർഡ് പ്രോസസ് മെയിനായിട്ട് പൈപ്പ് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ റൊട്ടേറ്റിംഗ് സ്പീഡ് ഒരു 100 to 300 RPM സാധാരണ ഇതിൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാറ്. ഈ ഒരു RPM-ങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചോളാം, 100 to 300 ജസ്റ്റ് ടൈപ്പ് ചെയ്തോളാം, 100 to 300. പിന്നെ ഇത് എപ്പോഴാണ് റൊട്ടേഷൻ എപ്പോഴും വരെ കണ്ടിന്യൂ ചെയ്യും, ഇത് സോൾഡിഫൈ ആകുന്നവരെ എന്ത് ചെയ്യും, റൊട്ടേഷൻ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് എന്ത്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അപ്പം നേരത്തെ എങ്ങനെയായിരുന്നു, നേരത്തെ മോൾഡ് ഈ ഒരു ഡയറക്ഷനായിരുന്നു അല്ലേ, പ്ലെയിൻ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അല്ലേ, ഇത് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാകും, കുത്തനെയാണ് എന്തുണ്ടാകുക, മോൾഡ് ഫിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ഇതാണ് എന്ത്, മോൾഡിൻ്റെ ഒരു സെറ്റപ്പ്. അതിന് ജസ്റ്റ് ഇതാണ് എന്ത്, റൊട്ടേറ്റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. ആ റൊട്ടേറ്റിംഗ് സ്പീഡ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്താവും, മെറ്റൽ ഫില്ലാവും. ഈ പ്രോസസ്സാണ് എന്ത്, സെമി സെൻട്രിഫ്യൂഗൽ പ്രോസസ് എന്ന് പറയും. നേരത്തെ ട്രൂ ആയിരുന്നു, ഇപ്പോഴെന്താണ്, സെമി സെൻട്രിഫ്യൂഗൽ. അതായത് സ്ട്രൈറ്റ് ലൈൻ കുത്തനെ വെർട്ടിക്കൽ പോർഷനിലാണ് മോൾഡ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാനാ, സെമി സെൻട്രിഫ്യൂഗൽ പ്രോസസ് എന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യും, ജസ്റ്റ് മോൾഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള പോർഷൻ നമുക്ക് വേണ്ടാത്ത പോർഷൻ എന്ത് ചെയ്ത് കളയും, മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. അപ്പം ജസ്റ്റ് എന്താ ചെയ്യുന്നുള്ളൂ, മോൾഡിൻ്റെ ഉള്ളിലേക്ക് മെറ്റൽ ഒഴിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, എന്ത് ചെയ്യാം, മെറ്റൽ ഒഴിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ് സാധാരണ രീതിയിൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിനൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഒരു പ്രൊഡക്റ്റ് മാത്രമേ എന്തിൽ കിട്ടൂ, ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് കിട്ടും, ഒറ്റ ഒരു പ്രൊഡക്റ്റ്. ഒരു മോൾഡാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ മോൾഡിനകത്ത് എന്ത് ചെയ്യും, ഒറ്റ ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്തിന്, അതിൻ്റെ ഒരു ഫിഗർ. ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കിക്കോളാം. ഈ ഒരു കാസ്റ്റിംഗ് പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു മോൾഡാണിത്. മോൾഡിൽ മേലെ ടോപ്പിൽ എന്തുണ്ട്, ടോപ്പിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗിൽ കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെറ്റൽ പോർ ചെയ്യും. ഇവിടെ എന്തുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോൾഡാണ്. ഈ ഒരു ഫിഗറാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, എക്സാമിന് വരയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു സെൻട്രൽ കോർ ഉണ്ട്. സെൻട്രൽ കോർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെൻട്രൽ ഒരു ഹോളോ പോർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് സെൻട്രൽ കോർ കൊടുക്കുന്നത്. അപ്പം 2 ഫ്ലാസ്ക് ഉണ്ട്, ഒരു കോപ്പും ഒരു ഡ്രാഗും. അപ്പർ മോൾഡിംഗ് ഫ്ലാസ്കിനെ പറയുന്ന പേരാണ് എന്ത്, കോപ്പ്. ലോവർ മോൾഡിംഗ് ഫ്ലാസ്കിനെ പറയുന്ന പേരാണ് ഡ്രാഗ്. അപ്പം ഇവിടെ റിവോൾവ് ചെയ്യുന്ന ഒരു എന്തുണ്ട്, മോൾഡുണ്ട്. അതിനുള്ളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, ഈ മെറ്റൽ ഇതിനുള്ളിൽ എന്ത് ചെയ്യും, ഫില്ലാവും. ഒരു സിമെട്രിക്കൽ ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്, ഈ ഒരു സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉപയോഗിക്കാറ്. അപ്പം ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് മെറ്റൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെന്തില്ല, പിന്നെ നേരത്തെ പോലെ മെറ്റൽ മോൾഡ് അല്ലാത്തതുകൊണ്ട് ഇതിന് മെറ്റൽ മോൾഡല്ല ഉപയോഗിക്കുന്നത്. എന്ത് മോൾഡാ, സാധാരണ ഗതിയിലുള്ള സാൻഡിന്റെ മോൾഡൊക്കെയാണ് ഇതിൽ പിന്നെ സെമി സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിന് വേറെ പേരും കൊണ്ട്, സെമി സെൻട്രിഫ്യൂഗൽ എന്നുള്ള പേരും കൊണ്ട്, ഇതിന്റെ വേറെ സാധനം കൊണ്ട്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിൽ എന്താണ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിലും സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിലും പിന്നെ മെറ്റൽ മോൾഡല്ല, സാധാരണഗതിയിലുള്ള മോൾഡാണ് ഉപയോഗിക്കുന്നത്. സാൻഡ് മോൾഡോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ മോൾഡോ അങ്ങനെ എന്തൊക്കെയാണ് എന്ത് ചെയ്യാറ്, സാധാരണഗതിയിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിന്റെ
എന്തൊക്കെയാണ് അഡ്വാൻസ് റൊട്ടേഷൻ ഏത് ഫോഴ്സിന് ഇത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തിൻ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് മെറ്റൽ വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈ സ്ട്രെങ്ത് ആണ് പ്രൊഡക്റ്റിന്. ഇതൊക്കെയാണ് എന്തിന്റെ അഡ്വാൻറ്റേജ്? ഈ ഒരു പ്രോസസിന്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ സർക്കുലർ പ്രൊഡക്റ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. സർക്കുലർ പ്രൊഡക്റ്റ് മാത്രമേ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതേപോലെ ഹൈ സ്പീഡായി പോയി കഴിഞ്ഞാൽ സ്പീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ത് ചെയ്യും, ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ സ്മോൾ സൈസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിവിടെ ഒരു ലിമിറ്റേഷൻ കണ്ടു, എന്താ ലിമിറ്റഡ് ടു സർക്കുലർ ഓർ സിലിണ്ടറിക്കൽ പാർട്സ്. അപ്പൊ ഈ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് നമ്മൾ ഇത് സെൻട്രിഫ്യൂജിങ് കാസ്റ്റിംഗ്. സെൻട്രിഫ്യൂജിങ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് മാത്രമേ എന്ത് ചെയ്യൂ, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ആ ഒരു ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, സെൻട്രിഫ്യൂജിങ് കാസ്റ്റിംഗ്. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഷേപ്പ് ഒരു സെൻട്രൽ സ്ക്രൂ ഉണ്ടാവും, സെൻട്രലിൽ ഒരു പോർഷൻ ഉണ്ടാവും, അതിന് ചുറ്റും റേഡിയലായിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ പാറ്റേൺ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് നോക്കും. അതായത് മോൾഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, കുറേ ടൈപ്പ് മോൾഡ് എന്ത് ചെയ്യും ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഒരു സെൻട്രൽ പോർഷൻ്റെ മേലെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഷേപ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അറ്റ് എ ടൈം തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പിലുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിലും അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഉണ്ടാകുന്ന അറ്റാച്ച് ചെയ്ത സെറ്റപ്പ് മാത്രം എന്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, നമുക്ക് വേണ്ട ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ഡിഫറെൻറ്റ് ഷേപ്പായിരിക്കും എന്തിൻ്റെ അറ്റാച്ച് ചെയ്യണ്ട. ദിസ് കാസ്റ്റിംഗ് പ്രോസസ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ നോൺ സിമെട്രിക്കൽ സ്മോൾ കാസ്റ്റിംഗ്. സാധാരണ ഇതിൽ നോൺ സിമെട്രിക് ആയിട്ടുള്ള ചെറിയ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ് ഉപയോഗിക്കുക. നേരത്തെ തന്നെ പോലെ തന്നെ വർക്കിംഗ് ഒക്കെ സെയിം ആണ്. എന്താ, റൊട്ടേറ്റിംഗ് മോൾഡാണ്. ആ റൊട്ടേറ്റിംഗ് മോൾഡ് ഉപയോഗിച്ചിട്ട് മോൾഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ സെൻറ്ററിൽ കൂടി തന്നെ മെറ്റൽ പ്രൊവൈഡ് ചെയ്യും. മെറ്റൽ എന്ത് ചെയ്യും, ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിന് കുറച്ചും കൂടി ഇത് ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറേ കമ്പനീസ് ഒക്കെ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, സെൻട്രിഫ്യൂജിങ് കാസ്റ്റിംഗ്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ അടുത്തൊരു പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു വീഡിയോ കാണാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് പ്രോസസ്സാണ്. സാധാരണ അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചെറിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ സാധാരണ ഇത് പാറ്റേൺ എന്തൊക്കെയാണ്, വുഡ് അല്ലെങ്കിൽ ചെറിയ മെറ്റൽസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പാറ്റേൺ ഉണ്ടാക്കുക. ഇതിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വാക്സിന്റെ പാറ്റേൺ. മെഴുകായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ട് ഉപയോഗിക്കുക, പാറ്റേൺ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുക. മെഴുകിന്റെ പാറ്റേൺ, വാക്സിന്റെ പാറ്റേൺ മെറ്റീരിയൽ. ഈ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് എന്താണ്, വാക്സിന്റെ പാറ്റേൺ, വാക്സ് പാറ്റേൺ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വാക്സിന്റെ പാറ്റേൺ ഉണ്ടാക്കും. ഒരു മെറ്റൽ മോൾഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വാക്സ് പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു വാക്സ് പാറ്റേൺ ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഒരു മോൾഡിംഗ് ഓഫ് വാക്സ് പാറ്റേൺ ആണ്. അപ്പോൾ ഫസ്റ്റിൽ എന്താ വേണ്ടത്, ഒരു വാക്സിന്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു മോൾഡ് എടുത്തു, ഒരു മെറ്റാലിക് മോൾഡ് എടുത്തു. അതിനുള്ളിൽ എന്ത് ഫില്ല് ചെയ്തു, വാക്സ് ഫില്ല് ചെയ്തു, മെഴുക് ഫില്ല് ചെയ്തു. മെഴുക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് വേണ്ട അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, മെഴുക് ഫില്ല് ചെയ്തു. വാക്സ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പറഞ്ഞത്. ഇതിനുള്ളിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് വാക്സ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാക്സിന്റെ പാറ്റേൺ കിട്ടും. നമുക്ക് എന്ത് ചെയ്തു, വാക്സിന്റെ പാറ്റേൺ കിട്ടി. ഈ ഒരു ഷേപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ, ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഇതിന് തന്നെ കുറച്ചും കൂടി സൈസ് കുറഞ്ഞ ഷേപ്പ് ആയിരിക്കും നമുക്ക് എന്തായാലും കിട്ടുക, പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഫസ്റ്റിൽ അതേ ഷേപ്പിൽ എന്തുണ്ടാക്കി, ഒരു വാക്സിന്റെ പാറ്റേൺ ഉണ്ടാക്കി. ഇനി ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള മോൾഡിംഗ് പ്രോസസ് നടക്കുന്നത്. ഇനി ഇതിന്റെ സെക്കൻഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനൊക്കെ ഒരു അസംബ്ലി ചെയ്തിട്ട് ഒരു വാക്സ് ട്രീ, ഇതൊക്കെ വാക്സ് ആണ്. ഈ ബ്ലൂ പോർഷൻ ഒക്കെ എന്താണ്, വാക്സ് ആണ്. അതേപോലെ ഈ ഗ്രീൻ പോർഷൻ എന്താണ്, വാക്സ് ആണ്. ഒരു വാക്സിന്റെ ട്രീ. ഇതിനെ സെൻട്രൽ സ്പ്രൂ എന്ന് പറയും. സെൻട്രൽ സ്പ്രൂ, SPRUE, സെൻട്രൽ സ്പ്രൂ. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്, വാക്സ് ട്രീ. വാക്സിന്റെ ട്രീ കാണുമ്പോൾ ഒരു വാക്സിന്റെ ട്രീ പോലെ. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നത്, വാക്സ് ട്രീ എന്ന് പറയും.
അപ്പം ഈ വാക്സ് ട്രീ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ പിന്നെ എല്ലാത്തിനെയും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലത്തെ കുറേ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് പച്ചക്കളറിൽ ഈ പാറ്റേണിലെ കുറേ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊക്കെ കൂടി ജോയിൻ ചെയ്ത് അസംബിൾ ചെയ്യും. അതിനാണ് എന്ത് പറയുക, പാറ്റേൺ അസംബ്ലി അല്ലെങ്കിൽ വാക്സ് ട്രീ എന്ന് പറയാം. അപ്പോൾ ഈ വാക്സ് ട്രീയിൽ ഇതിനെന്താണ് വാക്സ് പ്രോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പുറത്തെ സൈഡിലുള്ള സാധനം വാക്സിന്റെ ഗേറ്റ്സ് ആണ്, ഗേറ്റിംഗ് എന്ന് പറയും, ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ചെറിയ കഷ്ണത്തിനെ പറയുന്ന പേരാണ് ഗേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് എന്ത്, നമ്മളെ പാറ്റേൺ അസംബ്ലി. ഈ പാറ്റേൺ അസംബ്ലി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പം തന്നെ എത്ര പ്രൊഡക്റ്റ് കിട്ടും, 6 പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യും ഒറ്റ ഒരു പ്രോസസ് കൂടി തന്നെ കിട്ടും. അതാണ് എന്ത് മെയിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആണ്, പ്രൊഡക്ഷന്റെ റേറ്റ് ഹൈ ആണ്. അപ്പോൾ സെക്കൻഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്ലറി കോട്ടിംഗ് ആണ്. അതായത് ഇതിന്റെ മേലെ എന്ത് ചെയ്യുക, ഒരു ചെറിയ കോട്ടിംഗ് ഉണ്ടാക്കുക. അതായത് ഇതിന്റെ ഉള്ളിൽ ഹൈ ഫിനിഷ് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറാമിക് കോട്ടിംഗ് ആണ് സാധാരണ ഇതിൽ കൊടുക്കുക. ഒരു സെറാമിക്കിന്റെ കോട്ടിംഗ് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ വാക്സിന്റെ അസംബ്ലി വാക്സ് അസംബ്ലി എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ഒരു സ്ലറിയിലേക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ മേലെ എങ്ങനെ ജസ്റ്റ് ഈ ഒരു സ്ലറി ഉണ്ടായിരുന്നു, സ്ലറി എന്ത് ചെയ്യും ജസ്റ്റ് ഡ്രൈ ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യും വെയിറ്റ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ഡിപ്പ് ചെയ്തു, സെറാമിക് സ്ലറിനെ അത് ഡിപ്പ് ചെയ്യും. ഡിപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത് വേറൊരു നമ്മളെ സാൻഡിന്റെ കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാൻഡിന്റെ മിക്സ്ചറാണ്, സാൻഡും ബൈൻഡറും കൂടിയുള്ള മിക്സ്ചറാണ് സ്റ്റുക്കോ എന്ന് പറയും, STUCCO സ്റ്റുക്കോ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സാൻഡിന്റെ മിക്സ്ചറാണ്. സാൻഡാണ് മോൾഡിംഗ് സാൻഡാണ് അതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ, ബൈൻഡറും മോൾഡിംഗ് സാൻഡുമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ആദ്യം എന്ത് ചെയ്തു, നമ്മൾ സെറാമിക് സ്ലറിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഈ പാറ്റേൺ അസംബ്ലി ഡിപ്പ് ചെയ്തു. അതിനുശേഷം അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതേപോലെ മോൾഡിംഗ് സ്റ്റുക്കോയില് എന്ത് ചെയ്തു, ഈ സാധനം ഡിപ്പ് ചെയ്തു. അങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിന്റെ മേലൊക്കെ എന്തുണ്ടാവും, ഒരു സെറാമിക്കിന്റെ കോട്ടിങ് ആദ്യം വരും, അതിന്റെ തൊട്ട മേലെ എന്ത് വരും, ഒരു സാൻഡിന്റെ കോട്ടിങ് വരും. അപ്പൊ എന്തായി, ഒരു ഷെല്ല് പോലെ ക്രിയേറ്റ് ചെയ്ത് വരും. ഈ ഒരു പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ഇതിന്റെ മേല ഈ വാക്സിന്റെ മേലെ എന്ത് ചെയ്യും, ഒരു ചെറിയ കോട്ടിങ്, ഒരു ചെറിയ തിക്നെസ്സിൽ എന്ത് ചെയ്യും, ഒരു കോട്ടിങ് വരും. ആ കോട്ടിങ് ഉപയോഗിച്ചാണ്, ആ ഒരു ഷെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോൾഡിങ് നടത്തുക. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു മോൾഡിങ് ഉണ്ടായി. ഈ മോൾഡിങ്ങിന്റെ മേലെ 1-2 പ്രാവശ്യം ഈ ഒരു പ്രോസസ്, ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ മേലെ കോട്ടിങ്ങിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടി വരും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞാൽ? ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വാക്സിന്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, പാറ്റേൺ ഉപയോഗിച്ചൊരു പാറ്റേൺ അസംബ്ലി ഉണ്ടാക്കി. ഈ അസംബ്ലി നമ്മൾ എന്ത് ചെയ്തു, ഒരു സെറാമിക് സ്ലറിയിൽ ഡിപ്പ് ചെയ്തു. ഡിപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, ഒരു സ്റ്റുക്കോ, അതായത് സ്റ്റുക്കോ എന്ന് പറയുന്നത് എന്താ, സാൻഡിന്റെയും അതേപോലെ തന്നെ ഒരു ബൈൻഡിങ് മിക്സ്ചറിന്റെയും കോമ്പോസിഷനാണ് എന്ത് പറയാ, സ്റ്റുക്കോ എന്ന് പറയാം. അതിലെന്ത് ചെയ്തു, ഡിപ്പ് ചെയ്തു. ഡിപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ് 2-3 പ്രാവശ്യം ഡിപ്പ് ചെയ്യുക, ഡ്രൈ ചെയ്യുക. ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എന്ത് കിട്ടും, നമുക്കൊരു കോട്ടിങ് കിട്ടും, കുറേയൊക്കെ ഒരു കോട്ടിങ് കിട്ടും. ഇങ്ങനെ ഒരു കോട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു 3-4 ലെയർ ഉണ്ടാകും. ഇനി എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലുള്ള വാക്സിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഡി വാക്സിൻ എന്നാണ് അതിന്റെ ആ പ്രോസസിന്റെ പേര്. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, വാക്സിന്റെ പാറ്റേൺ ഉണ്ട് അല്ലേ, ആ വാക്സ് പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. വാക്സ് പാറ്റേൺ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വാക്സ് എന്താവും, ലിക്വിഡാവും. വാക്സ് ലിക്വിഡായിട്ട് പുറത്തേക്ക് വരും. അപ്പം ഒരു ഹീറ്റിംഗ് പ്രോസസ്, ജസ്റ്റ് ഒരു ഫർണസിൻ്റെ അകത്ത് കൊണ്ടുവച്ച് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ ഫർണസിൽ കൊണ്ടുവച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഈ മെറ്റൽ എന്ത് ചെയ്യും, മെറ്റലിൻ്റെ അകത്ത് പിന്നെ മോൾട്ടൺ വാക്സ് എന്ത് ചെയ്യും, ലിക്വിഡായിട്ട് പുറത്തേക്ക് വരും. വാക്സ് പുറത്തേക്ക് വരും. അതിൻ്റെ ഉള്ളിൽ എന്താ, ഉള്ളിൽ ജസ്റ്റ് ഹോളോ പോർഷൻ മാത്രമേ ക്രിയേറ്റ് ആവും. ഈ ഒരു ഹോളോ പോർഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാസ്റ്റിംഗ് നടത്താം. ഈ ഒരു ഹോളോ പോർഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. അപ്പം ജസ്റ്റ് വെറുതെ കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു മോൾഡിംഗ് ബോക്സിൻ്റെ അകത്ത് സാൻഡ് ഫില്ല് ചെയ്തിട്ട് അത് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്താണ് എന്ത് ചെയ്യുക, ഈ ഒരു മെറ്റൽ ഫില്ലിംഗ് പ്രോസസ് നടത്താം. അപ്പം മെറ്റൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണ്ട പ്രോഡക്റ്റ് കിട്ടും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രോഡക്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
അതിന്റെ മേലുള്ള കോട്ടിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഷെയ്ക്ക് ഔട്ട് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, പ്രൊഡക്റ്റിന്റെ മേലുള്ള കോട്ടിങ് പോവും. അതെന്ത് ചെയ്യും, അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. ഇതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് വേണ്ടാത്ത പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയും. വേണ്ടാത്ത പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയും. ഇതിനാണ് നമ്മൾ എന്താ പറയാ കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് എന്ന് പറയാം. അതിനകത്ത് ആദ്യം എന്തൊക്കെയാ പ്രോസസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് വാക്സ് ഇഞ്ചക്ഷൻ, വാക്സ് പാറ്റേൺ മേക്കിംഗ് ആണ് എന്ത് പറയാ, വാക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ എന്തും കൂടി ചെയ്താ വാക്സ് പാറ്റേൺ മേക്കിംഗ്. അതിൻ്റെ അടുത്തെന്താ അസംബ്ലി, പാറ്റേണിന്റെ അസംബ്ലി ആണെന്ത് രണ്ടാമത്തെ പ്രോസസ്. തേർഡ് ഷെൽ ബിൽഡിംഗ്. ഷെൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ സെറാമിക് സിലറിൽ മുക്കുക, അതേപോലെ തന്നെ നെക്സ്റ്റ് സാൻഡിന്റെ മിക്സ്ചറിൽ മുക്കുന്ന ഡിപ്പ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത് ഷെൽ ബിൽഡിംഗ്. ഇനി അതിന്റെ അടുത്ത പ്രോസസ് ആണെന്ത് ഡി വാക്സിങ്. വാക്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്താ പറയാ ഡി വാക്സിങ്, അല്ലെങ്കിൽ ബേൺ ഔട്ട് എന്നുള്ള പേരും കൂടി എന്തുണ്ട് ഈ ഡി വാക്സിങ് പ്രോസസ്സിനുണ്ട്. ഇനി അടുത്തെന്താ ഗ്രാവിറ്റി, ജസ്റ്റ് അതിനകത്തേക്ക് മെറ്റൽ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ ഗ്രാവിറ്റി പൂറിങ്. അതേപോലെ ഇനി അടുത്തെന്താ നോക്കൗട്ട്. നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ മോൾഡിന്റെ അകത്ത് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ നോക്കൗട്ട് എന്ന് പറയാം. ഇനി അതേപോലെ കട്ടിങ് ഓഫ്, മെറ്റലിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ കട്ടിങ് ഓഫ്. അപ്പൊ ഇത്രയാണ് എന്ത് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഡയമെൻഷൻ ആക്യുറസി ആയിരിക്കും, അതേപോലെ സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും, അതേപോലെ മെഷീനിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഹൈ ആക്യുറസി ആയതുകൊണ്ട് തന്നെ മെഷീനിങ്ങിന് ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ തിന്നായിട്ട്, വളരെ തിന്നായിട്ട്, ഒരു 3/4 മുക്കാൽ ഇഞ്ച് വരെ തിക്നെസ് ഉള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. ഇത് ഏറ്റവും എക്സ്പെൻസീവ്, അതായത് പല്ലില്ലേ നമ്മളെ വെപ്പ് പല്ലില്ലേ, വെപ്പ് പല്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ആണ് സാധാരണ അതിൽ യൂസ് ചെയ്യാറ്. അതേപോലെ സ്കിൽഡ് വർക്കേഴ്സ് നീഡാണ്, കോംപ്ലക്സ് പ്രോസസ് ആണ്. അപ്പോൾ സ്മോൾ പ്രോസസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് സ്യൂട്ടബിൾ ആവും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിൽ മനസ്സിലാകാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.